ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ +2 ഡിഗ്രി കഴിഞ്ഞ് ഒരു LLB ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം വന്നിട്ടുണ്ട്. നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ LLB എൻട്രൻസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ക്യുസാറ്റ് കാറ്റ് 2026. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന LLB പ്രോഗ്രാംസ്, അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്യുസാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന LLB പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ 3 LLB പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് 5 ഇയർ LLB പ്രോഗ്രാംസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് 5 ഇയർ BBA LLB. ഓക്കെ, 5 ഇയർ BBA LLB ആണ്. 84 സീറ്റുകളാണ് ഉള്ളത്. 84 സീറ്റുകളും പ്ലസ് സൂപ്പർ ന്യൂമറി സീറ്റ്സ് ആണുള്ളത്. അപ്പോൾ ക്യുസാറ്റിൽ LLBക്ക് 2 ക്യാമ്പസുകളുണ്ട്. ഒന്ന് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ഉണ്ട്, പിന്നെ ഒരു NR മാധവ മേനോൻ അവരുടെ ക്യാമ്പസ് 2 ഉണ്ട്. അപ്പോൾ ഈ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിലാണ് BBA LLB വരുന്നത്. 84 സീറ്റുകളാണുള്ളത്. പിന്നെ അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് BCom LLB ആണ്. 42 സീറ്റുകളാണുള്ളത്. ഓക്കെ, പിന്നെ സൂപ്പർ ന്യൂമറി സീറ്റ്സ് ഉണ്ട്. പിന്നെ വരുന്നത് മൂന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB ആണ്. അത് അവരുടെ വേറെ ക്യാമ്പസിലാണ്. ക്യുസാറ്റ് ക്യാമ്പസ് 1 NR മാധവൻ മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ റിസർച്ച് അവിടെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ വരുന്നത്. അത് 25 സീറ്റാണുള്ളത്. അപ്പോൾ 3 LLB പ്രോഗ്രാംസ് ആണ് എന്ത് ചെയ്യുന്നത് ക്യുസാറ്റിൽ LLBക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ക്യുസാറ്റ് കാറ്റ് അത് എഴുതിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രാക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടേക്കുള്ള സീറ്റുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ ക്യുസാറ്റിലെ 5 ഇയർ LLB പ്രോഗ്രാംസ് എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ, എൻട്രൻസ് എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് BBA LLBയുടെയും BCom LLBയുടെയും എൻട്രൻസ് എഴുതുന്ന ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. അത് സയൻസ് ഗ്രൂപ്പ് ആണെങ്കിൽ +2ൽ സയൻസ് ഗ്രൂപ്പാണ് എടുത്തതെങ്കിൽ 60% മാർക്ക് +2ൽ വേണം. ഓക്കെ, 60% മാർക്കാണ് +2ൽ വേണ്ടത് ഫോർ ജനറൽ കാൻഡിഡേറ്റ്സ്. ഓക്കെ, ഇനിയും കൊമേഴ്സ്, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ഒക്കെ ആണെങ്കിൽ 55% മാർക്ക് മതി. ഓക്കെ, 55% മാർക്ക് മതി എന്ത് ചെയ്യാൻ, ജനറൽ കാൻഡിഡേറ്റ്സിന്. ഇനിയും SC ST കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഓക്കെ, SC ST അതുപോലെ തന്നെ SC BC കാൻഡിഡേറ്റ്സ്, OBC SC BC കാൻഡിഡേറ്റ്സ് ആണ് +2ൽ 50% മാർക്ക് മതി. ഓക്കെ, +2ന് 50% മാർക്കിൻ്റെ എന്ത് ചെയ്യാം, BBA LLBയുടെയും BCom LLBയുടെയും എന്ത് ചെയ്യാൻ പറ്റും, എൻട്രൻസ് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. പിന്നെ അടുത്തത് 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB ആ എഴുതാനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഒരു ഒറ്റ എൻട്രൻസ് നടത്തിയിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്നാണ് സോർട്ട് ഔട്ട് ചെയ്ത് എന്ത് ചെയ്ത് ഈ 3 കോഴ്സിലേക്ക് എന്ത് ചെയ്യുന്നത്, അലോട്ട് ചെയ്യുന്നത്. 5 ഇയർ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB എഴുതണമെങ്കിൽ +2ൽ 50% മാത്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഉണ്ടായിരിക്കണം. ഓക്കെ, മിനിമം 50% മാർക്സ് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം മാത്സിലും കമ്പ്യൂട്ടർ സയൻസിലും. പിന്നെ അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് ഓൾസോ സെക്യൂർഡ് മിനിമം 65% +2 എക്സാമിന് ഇഫ് ദേ ബിലോ. ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനാണെങ്കിൽ +2ൽ 65% ഉണ്ടാവണം. അതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB ആയതുകൊണ്ട് മാത്സിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിനും 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ SC ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുക, CBC കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യുന്നത്, ഈ മാർക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ BBA LLBയുടെയും BCom LLBക്കും എന്ത് ചെയ്യുക, കിട്ടാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, +2ൽ ഇത്രയും വേണം. പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLBക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനാണ് ഞാൻ നേരത്തെ രണ്ടാമത് പറഞ്ഞ ക്വാളിഫിക്കേഷനാണ് ഉള്ളത്. ഇനിയും ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ, ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഞാൻ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് മാർച്ച് 5 അപ്പോൾ ക്യുസാറ്റിൽ LLB പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, എന്തായാലും അപ്ലൈ ചെയ്യുക. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് LLB പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ്. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് LLBs ഉള്ളത് ഒന്ന് കുസാറ്റിലും പിന്നെ ഒന്നുള്ളത് നമ്മുടെ സർക്കാർ ലോ കോളേജുകളിലാണ്. ഓക്കെ, ഗവൺമെൻറ് ലോ കോളേജിലാണ് ഉള്ളത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് തന്നെയാണ് ബാക്കി ഏതും വരുള്ളൂ. ഓക്കെ, ഞാനൊരു ടേബിളോ ഗ്രേഡൊന്നും ഞാൻ പറയുന്നില്ല. ഇഫ് യു ട്രൈ ടു പെർസ്യൂ LLB, ഈ 2 ഒന്നെങ്കിൽ കുസാറ്റിലോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗവൺമെൻറ് കോളേജിലോ കയറാൻ നോക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്വറീസ് വന്നു കഴിഞ്ഞാൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. എക്സാം ഡേറ്റും അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. മെയ് 9 ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ വിട്ടിട്ട് മെയ് 9 പരീക്ഷ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സാമിൻ്റെ സിലബസിനും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറയുന്നത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിൽ പ്രധാനമായിട്ട് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ 3 പ്രോഗ്രാംസ് ആണുള്ളത്, BBA LLB, BCom LLB,
BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് LLB. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ടു സ്റ്റഡി LLB ഇൻ കേരള. നല്ലൊരു ക്യാമ്പസാണ്, അതുപോലെ നല്ലൊരു അക്കാദമിക് എക്സ്പോഷർ ആയാലും നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അവിടെ നിന്ന് കിട്ടും നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാലം മെയിനായിട്ട് ഈ ഒരു കാര്യങ്ങളോട് ഞാൻ പറയാനുള്ള ഇനി വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ്, ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ്സ് വരുന്നുണ്ടെങ്കിൽ, വീഡിയോ കയറാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾ. അപ്പോൾ ഈ കണ്ടന്റ് ഹെൽപ്ഫുൾ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഗൈസ്, താങ്ക് യു.